അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്ക് കേട്ടോ. എല്ലാവർക്കും സന്തോഷമല്ലേ? റമദാൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും എനിക്ക് അത് കേട്ടോ മൂക്കിലൊരു പ്രത്യേക മണം വരും. അതെങ്ങനെയൊന്നും പറയാനറിയില്ല. റമദാൻ മാസം പിറന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ല് മൂക്കിൽ അനുഭവപ്പെടും. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. റമദാനിന് അങ്ങനെ ഒരു പ്രത്യേക മണമുണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഇപ്പം നമ്മൾ കട്ട്ലേറ്റിനുള്ളത് നമ്മൾ എന്തായാലും എന്തെങ്കിലും ഒരു ചെറുകടി വേണമല്ലോ. അപ്പം അതുകൊണ്ട് എന്താണോ വാങ്ങിക്കുന്നത്, ഏത് ഇറച്ചിയാണോ വാങ്ങിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് മാറ്റി എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. ഇത് നമ്മൾ ചിക്കൻ കറിയിലേക്ക് തേങ്ങ വറുത്തരയ്ക്കുവാണ്. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ഇപ്പം ഈ ഇടുന്ന ഇല കരിവേപ്പില കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് കഴുകി വെയിലത്ത് ചുണക്കി പൊടിച്ചതാണ്. എൻ്റെ വീട്ടിൽ കരിവേപ്പില ഇല്ല, അതുകൊണ്ട് കിട്ടാത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഒരുപാട് കുടുന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. അതാണ് എനിക്ക് സുഖം. നല്ല മണം ഉണ്ടാവും, വെയിലത്ത് ചുണക്കുവാണല്ലോ. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ അരിഞ്ഞ് ഓൾറെഡി വെക്കുമെന്ന്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് പാത്രങ്ങളിലാക്കിയിട്ട് ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഇതുപോലെ ഒറ്റയ്ക്ക് ഇടുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല എളുപ്പമാട്ടോ. എന്നെ സംബന്ധിച്ചത് എനിക്ക് ഭയങ്കര ഹെൽപ്പാണ്. ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും സവാള അരിഞ്ഞ് വെക്കലൊക്കെ എനിക്ക് നല്ല ആശ്വാസം കേട്ടോ. ആ സമയത്ത് ഇതിൻ്റെ പുറകെ പോകണ്ട. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ ചെറുപ്പത്തിലെ നോമ്പ് കാലത്തിനെ പറ്റി കേട്ടോ. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ഇനി മരിച്ചാലും നമ്മൾ മറക്കില്ലാത്ത ഓർമ്മകളാണ് കേട്ടോ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ നോമ്പ് കാലം. ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും. പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കൊച്ചിയിലായതുകൊണ്ട് അവിടെ ഒരു ഇവിടെ ഉള്ള എൻ്റെ മക്കളോടൊന്നും പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. അതുപോലത്തെ ഒരു നോമ്പ് കാലമാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ. കാരണം ഒരുപാട് കുട്ടികളൊക്കെ ഒന്നിച്ച്, ഇന്നത്തെ പോലെ ഫോണും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വലിയ സ്നേഹത്തിലാണ്, എല്ലാവരും ഒരുപോലെ ഐക്യത്തിലാണ് കേട്ടോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ തൊട്ടടുത്ത് വീടുകളാണ്. അപ്പോൾ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അത്തായം മുട്ടും എന്ന് പറയും. കുറേ ചെറുപ്പക്കാർ ഈ കുറേ പാട്ടൊക്കെ പാടി ദഫൊക്കെ മുട്ടി എല്ലാ റോഡിൽ കൂടി ഇങ്ങനെ നടക്കും. അത് കേട്ടിട്ടാട്ടോ എല്ലാവരും എണീക്കുന്നത് തന്നെ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും പള്ളിയിൽ മുഅദ്ദിൻ ഉസ്താദ് ഖുർആൻ മൈക്ക് ഓണാക്കിയിട്ട് ഓതും. അപ്പോൾ അത് കേട്ടിട്ടും എല്ലാവരും എണീക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അന്നേരം എന്നൊക്കെ ലൈവാണ്. അങ്ങനെ എല്ലാ വീടുകളിൽ കൂടിയും ഫ്രിഡ്ജൊന്നും ഇല്ലാത്തത് കൊണ്ട് ലൈവായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇടയത്താഴത്തിന് കഴിക്കലാണ് മെയിൻ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു പ്രത്യേക ഓർമ്മ തന്നെ കേട്ടോ. പക്ഷേ കൊച്ചി ഭാഗം ആയതുകൊണ്ടാണ് നന്നായിട്ട് വെട്ടം വിളിച്ചായിരിക്കും കേട്ടോ. എല്ലാ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഫുൾ ഓണായിരിക്കും. പിന്നെ ചുറ്റും വീടായതുകൊണ്ടും ഒച്ചയും ബഹളവും എന്ത് രസമാണ്. ഇനിയും അങ്ങനത്തെ ഒരു കാലഘട്ടം തിരിച്ച് കിട്ടില്ല കേട്ടോ. നമ്മുടെ മക്കൾക്കൊന്നും അത് ചിന്തിക്കാൻ പോലും, സ്വപ്നം കാണാൻ പോലും പറ്റില്ല. കാരണം അവർക്ക് അറിയില്ലല്ലോ എങ്ങനെയാണെന്ന്, ഓരോ നാട്ടിലെ സിസ്റ്റം. ഇപ്പോൾ ഇനി ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുവാണ്. അപ്പോൾ ഈ ചിക്കൻ കറി വറുത്തരച്ച് വയ്ക്കുന്നത് ഓൾറെഡി ചെയ്തേക്കണോണ്ട് കേട്ടോ ഞാനിത് വിവരിക്കാത്തത്. അങ്ങനെ നമ്മൾ വീണ്ടും കഥയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അങ്ങനെ എണീറ്റ് നല്ല ഫ്രഷ് മീനൊക്കെ ഓൾറെഡി അപ്പോൾ തന്നെയാണ് ശരിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ തന്നെ പൊരിച്ചൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ആരും തന്നെ ഉറങ്ങൂല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് അന്നേരമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നമസ്കാരവും. ആ കാലഘട്ടത്തിൽ എല്ലാ ഉമ്മമാർക്കും കൊച്ചി ഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ ഡ്രസ്സ് എടുക്കും, പുതിയ നൈറ്റി വീട്ടിൽ കൂടി ഇടാനായിട്ട് ഡ്രസ്സ് എടുക്കും എല്ലാ വീട്ടുകാർക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊക്കെ ചെറിയ ചെറിയ നൈറ്റികൾ, കുട്ടി നൈറ്റികളൊക്കെ എടുത്ത് തരും കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തലനോമ്പ് എന്നൊക്കെ പറയേ. അങ്ങനെ ഫസ്റ്റ് നോമ്പിന് എല്ലാവരും അങ്ങനെയാണ് പുതിയ ഡ്രസ്സ് എടുക്കും. എന്ന് വെച്ചാൽ നല്ല ഡ്രസ്സല്ല, വീട്ടിൽ കൂടി ഇടുന്ന ഡ്രസ്സ് ഒക്കെ ഇട്ട് അതൊക്കെ ഇട്ടിട്ടാട്ടോ. ഭയങ്കര സന്തോഷമാണ് നമുക്കതൊക്കെ. ഒരു കണക്കിന് നോക്കുമ്പോൾ പെരുന്നാളിനേക്കാളും കൂടുതൽ സന്തോഷമാണ് നോമ്പിന് കേട്ടോ. 30 ദിവസം ഒരു പ്രത്യേക കാല പറയുമ്പോൾ തന്നെ സങ്കടം വരുമോ. ഇനി അതൊന്നും തിരിച്ച് കിട്ടില്ലല്ലോ.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അത്താഴമൊക്കെ കഴിഞ്ഞ് ബാങ്ക് വിളിച്ച് നിസ്കരിച്ച് അത് കഴിഞ്ഞിട്ട് നോമ്പാണെന്ന് അറിയണം എങ്ങനെയാണെന്ന് വെച്ചാൽ തലയിൽ ഒരു തട്ടമിട്ട് രണ്ട് സൈഡിലും സ്ലൈഡൊക്കെ കുത്തി പിന്നെ ഭയങ്കര സൂക്ഷ്മതയിലാണ് അന്നും ജീവിക്കണത് കുട്ടികളൊക്കെ. ഒരു ചീത്ത വാക്ക് പോലും പറയില്ല. പറഞ്ഞാൽ അപ്പം പറയും നിൻ്റെ നോമ്പ് എനിക്ക് കിട്ടി, നിൻ്റെ നോമ്പ് എനിക്ക് കിട്ടി എന്നും പറഞ്ഞിട്ട് പറയണ കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ എന്താല്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളും ആ കാലഘട്ടത്തിലുള്ള ആളുകളും തമ്മിലുള്ള ഡിഫറൻസ് അള്ളാഹുവേ ഓർക്കാൻ വയ്യ. ഇപ്പം എന്തൊക്കെയാണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലണോ, മക്കൾ ഉമ്മാനെയും വാപ്പാനെയും കൊല്ലണോ, എന്തൊക്കെയാണ്. കാലം വളരെ മോശമായിപ്പോയി. നമ്മുടെയൊക്കെ ഇനി കാലവും കാലഘട്ടമൊന്നും തിരിച്ച് കിട്ടുകയില്ല. അള്ളാഹു ആലം. ഇനിയിപ്പോൾ നമ്മൾ വെച്ച കോഴിയിലേക്ക് നമ്മൾ നേരത്തെ വറുത്തരച്ചില്ലേ അത് ഒഴിക്കുക കേട്ടോ. ഇത് നിങ്ങൾ സാധാ കോഴി എല്ലാവരും വയ്ക്കും, പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് നോമ്പിനൊക്കെ പത്തിരിയുടെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എത്ര കഴിക്കാത്ത കുട്ടികളും അതൊക്കെ കഴിക്കും കേട്ടോ. നമ്മൾ നോമ്പ് ആയതുകൊണ്ട് നമ്മൾ മൂക്കിൽ കൂടി മണം അങ്ങോട്ട് അടിച്ച് കയറും, ശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ. അതുപോലെ നല്ല ടേസ്റ്റും കാണാനും ഒക്കെ നല്ലതാട്ടോ. പിന്നെ എനിക്ക് ഈ വീഡിയോ പിടിച്ചിരുന്നത് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ചെറിയ കൊച്ചു വീഡിയോ പിടിച്ചു തരും കേട്ടോ. അതിൻ്റേതായ പോരായ്മകളൊക്കെ വീഡിയോയിലുണ്ടാവും. ഇപ്പോൾ റസ്കിൻ്റെ പൊടി അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, തീർന്നു എന്ന് തോന്നുന്നു നോമ്പായതുകൊണ്ട്. ഇപ്പോൾ റസ്ക് നമ്മൾ വാങ്ങിച്ച് പൊടിച്ചതാട്ടോ. അപ്പോൾ തന്നെ കുറച്ച് മതിയല്ലോ. പിന്നെ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഒന്നും എല്ലാം ആവശ്യത്തിന് മതി. കാരണം ഒരുപാട് ഉണ്ടാക്കി ഫുഡ് വേസ്റ്റ് ആക്കണേക്കാളും നല്ലത് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് അത് പിറ്റന്നത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് അന്നാന്നുള്ളത് ഉപയോഗിച്ചാൽ മതി എന്നാണ്. ഒരുപാടായ കുട്ടികളും ഒന്നാമതേ കുട്ടികളുടെ തലമുറ ശരിയല്ല. അതിലൊക്കെ നമുക്കും മാതാപിതാക്കൾക്കും വലിയൊരു പങ്കുണ്ട് കേട്ടോ. നമ്മൾ ചോദിക്കണതെല്ലാം വാങ്ങിച്ച് സ്പോട്ടിൽ ചെയ്ത് കൊടുക്കാനേ പാടില്ല. കുറച്ച് അല്ലാണ്ട് ഇങ്ങനൊരു കാലഘട്ടത്തിൽ ദാരിദ്ര്യമൊന്നും ഇപ്പം ഇല്ല എങ്കിലും കുറച്ചൊക്കെ നമ്മൾ അവരെയൊക്കെ കുറച്ചൊക്കെ ഇല്ലായ്മയും വല്ലായ്മയൊക്കെ അറിയിച്ചിട്ട് തന്നെ വേണം കേട്ടോ വളർത്താൻ. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ കേട്ടോ ഫസ്റ്റത്തെ അടി കിട്ടുക. അപ്പോൾ എന്നാലും റമദാൻ ആകുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കണം. അതിൻ്റെയൊക്കെ പേരിലായിരിക്കും നമ്മൾ 30 നോമ്പും ചെറുപ്പത്തിൽ പിടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ അതാരും നിർബന്ധിച്ചില്ലെങ്കിലും 30 നോമ്പ് മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടോ. ഇത്രയും പേർക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജ്യൂസിന് പകരം ഷെയ്ക്ക് മതി. നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ആഗ്രഹങ്ങളാണല്ലോ. അപ്പോൾ ഷെയ്ക്ക് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷെയ്ക്ക് അടിച്ച് എല്ലാം റെഡിയായി വന്നപ്പോഴേക്കും അത് ഫലൂദയായിപ്പോയി. കാരണം കുറച്ച് കസ്കസ് ബാക്കി ഇരിപ്പുണ്ടായി, അതിട്ടു. പിന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് അതിട്ടു. പിന്നെ കോൺഫ്ലേക്സ് അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല കേട്ടോ. നന്നായിട്ട് ഷേക്ക് കുടിക്കുമ്പോൾ നന്നായിട്ട് കടിക്കാനായിട്ട് കിട്ടും. ഞാൻ നട്ട്സൊന്നും കിട്ടിയില്ലെങ്കിലും ഇത് നന്നായിട്ട് നല്ല സാധനം കേട്ടോ കോൺഫ്ലേക്സ്. അത് വിട്ടപ്പോൾ വയറ് നിറയാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും ഏതാണ്ട് ബാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും കുട്ടികളൊക്കെ കൂടി ഹെൽപ്പ് ചെയ്ത് ഇതൊക്കെ മേശപ്പുറത്തേക്ക് എത്തിച്ചു. അതൊക്കെ അവർ ഓക്കെ കേട്ടോ, എത്തിച്ചു. ഏതാണ്ട് ബാങ്ക് വിളിക്കാനായിട്ട് ഇനി ഒരു 10 മിനിറ്റ് കൂടി ഉള്ളൂ. എല്ലാം റെഡിയായി. പിന്നെ ഈ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമസ്കാരവും ഇശായും തറാവീഹും ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ബാക്കി ഫുഡ് കഴിക്കുള്ളൂ. ഇപ്പം തന്നെ കൂടുതലാണ്. എന്നാലും ഇരിക്കട്ടെ, ഒരു സന്തോഷമല്ലേ റമദാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സന്തോഷം വേണമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ചു. പിന്നെ പള്ളിയിൽ ഒക്കെ കുട്ടികൾ പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നു. ഒരു 10 മണിയോളം എടുക്കുമ്പോഴാട്ടോ പിന്നെ നമ്മൾ ചായയും കടിയും കഴിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റമദാൻ മുബാറക്ക് ആശംസിക്കുന്നു.